ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇനി വർഷങ്ങളോളം കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അച്ചാറിന്റെ റെസിപ്പിയാണ് ഇന്ന്. തീ പോലും കത്തിക്കാതെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കി നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഒരു ആന്ധ്ര സ്റ്റൈൽ മാങ്ങാച്ചാറാണ്. നാരങ്ങ ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെക്കാം. ഉണ്ടാക്കി വെച്ചാൽ ഒരു 15 ദിവസമെങ്കിലും കഴിയണം ഈ അച്ചാർ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാൻ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു മാസം മുമ്പെങ്കിലും ഈ അച്ചാർ ഉണ്ടാക്കി സൂക്ഷിക്കണം. ഇത് ദിവസങ്ങൾ കഴിയുന്തോറും ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഇത് വർഷങ്ങളോളം ഇങ്ങനെ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുന്നതുകൊണ്ട് ഇത് കൂടുതൽ അളവിൽ ഉണ്ടാക്കിയാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അച്ചാർ ഉണ്ടാക്കി ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യം തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം കേട്ടോ. നല്ല അച്ചാറാണ്, അതൊന്നും സംശയമൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? തങ്കംസ് ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 625 ഗ്രാം മാങ്ങ എടുത്തിട്ടുണ്ട്. 2 മാങ്ങ. ഇത് കുറച്ച് ഉള്ളിലെ കളറൊക്കെ വന്നതാണ്. കുറച്ച് പുളിയുള്ള മാങ്ങയാണ്. ഈ തൊലി സഹിതമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തൊലിയൊന്നും ചെത്തി കളയണ്ട. നല്ല ഫ്രഷ് മാങ്ങ തന്നെ എടുക്കണം. അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നതാണെങ്കിൽ അത് വെളിയിൽ വെച്ച് അതിന്റെ തണുപ്പ് ഫുള്ള് മാറ്റിയെടുത്തിട്ട് വേണം ഇത് ഉപയോഗിക്കുക. ഇത് വൃത്തിയായിട്ട് ഒന്ന് സോപ്പിട്ട് കഴുകിയതിന് ശേഷം നല്ല പോലെ തുടച്ചെടുക്കുക. ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല. നമ്മളിത് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്. അത് ഫ്രിഡ്ജിലൊന്നും അല്ല, വെളിയിൽ തന്നെ വെക്കണം. അതുപോലെ തന്നെ ഇതൊന്നും ഒരു സാധനം പോലും നമ്മൾ ചൂടാക്കിയല്ല ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, ഇല്ലെങ്കിൽ കേടാവാൻ ചാൻസ് ഉണ്ട്. ഈ മാങ്ങയ്ക്കകത്ത് ആ മാങ്ങേണ്ടി ഉണ്ടല്ലോ, അത് കൂടി കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാങ്ങ കിട്ടുവാണെങ്കിൽ അത് തന്നെ നിങ്ങൾ വാങ്ങണം. എൻ്റെ കത്തിക്ക് മൂർച്ച കുറവായതുകൊണ്ട് ആ മാങ്ങ അതിൻ്റെ ഷെല്ല് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഷെല്ലിന് നല്ല കട്ടിയായിരുന്നു, അതുകൊണ്ട് ഒട്ടും കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ആന്ധ്ര സ്റ്റൈലിലെ മാങ്ങ അച്ചാറിന് ഷെല്ല് കൂടി കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ. കടുമാങ്ങ ഇടുന്നതിനേക്കാൾ ഇരട്ടി വലുപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. ഒരുപാട് വലുതാകാനും പാടില്ല, ഒരുപാട് ചെറുതാകാനും പാടില്ല. ഈ വലുപ്പത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: 100 ഗ്രാം മുളക് പൊടി, പിന്നെ 100 ഗ്രാം കടുക്, 100 ഗ്രാം കല്ലുപ്പ്, 75 ഗ്രാം വെളുത്തുള്ളി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 10 ഗ്രാം ഉലുവ, പിന്നെ ഒരു കഷ്ണം കായം. ഈ കായം ഓപ്ഷനിലാണ്. ആന്ധ്ര മാങ്ങ അച്ചാറിന് കായം ചേർക്കാറില്ല. വേണമെങ്കിൽ ചേർക്കാം. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. അപ്പോൾ ഇനി ഇതിനകത്തെ ഈ 3 സാധനങ്ങൾ, ഉലുവ, ഉപ്പ്, കടുക്, കായം, ഇത്രയും പൊടിച്ച് ചേർക്കാനുള്ളതാണ്. പൊടിയായിരുന്നിട്ടുള്ള കായം ഇത് കട്ടിയായതാണ്, അതുകൊണ്ട് ഞാൻ ഉപ്പിൻ്റെ കൂടെ ഇട്ട് പൊടിക്കുക. അപ്പോൾ ഈ അച്ചാറിനായിട്ട് ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. അത് തന്നെ എടുക്കണം, വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്. 250 ഗ്രാം നല്ലെണ്ണ ഉപയോഗിക്കണം. അപ്പോൾ അല്പമൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ചെടുക്കാം. ഇനിയിപ്പോൾ വെള്ളം നനവൊന്നും ഇല്ലാത്ത ഒരു പാത്രത്തിലേക്ക് നമ്മുടെ മാങ്ങാ കഷ്ണങ്ങൾ ഇട്ടിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നല്ലെണ്ണയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഫംഗസ് ഒന്നും വരാതിരിക്കാനാണ്. മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഉപയോഗിക്കുന്ന പാത്രങ്ങളിലൊന്നും വെള്ളത്തിന്റെ അംശം പാടില്ല. എല്ലാം നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഉപ്പ് പൊടിച്ച് ചേർക്കാം. കല്ലുപ്പാണ് എല്ലാം എടുത്തിരിക്കുന്നത്, അതൊന്ന് പൊടിച്ച് ചേർക്കണം. അതും ഞാൻ കായവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ച് മാങ്ങയുടെ കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മാങ്ങാ കഷ്ണങ്ങളിൽ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1-2 മണിക്കൂർ വെച്ചതിന് ശേഷം ഉപയോഗിച്ചാലും നല്ലതാണ്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന 20 ഗ്രാം ഉലുവ ഉണ്ടല്ലോ, അത് നല്ലതുപോലെ ഒന്ന് പൊടിച്ച് ചേർക്കണം. ഒന്ന് വറുക്കൊന്നും ചെയ്യുന്നില്ല, പച്ചയായിട്ട് തന്നെ നല്ലപോലെ ഉണക്കിയെടുത്താൽ മതി. പച്ചയായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടും. പിന്നെ കടുക്, അതൊരു 75% പൊടിച്ചാൽ മതി. ഫൈനായിട്ടൊന്നും പൊടിക്കരുത്, കഴിക്കും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന മുളക് പൊടി, ഇത് കാശ്മീർ മുളക് പൊടിയും പിന്നെ സാധാരണ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടെ ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്ത് നമുക്ക് ചേർക്കേണ്ടത് ഒരേ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ, എണ്ണ. 250 ഗ്രാം നല്ലെണ്ണയാണ് നമുക്ക് വേണ്ടത്. നിങ്ങളത് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക. ചില പൊടികൾക്ക് കുറച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരു 200 ഗ്രാം എണ്ണയിലൊക്കെ കാര്യം നടക്കും. അപ്പോൾ എണ്ണ അത് നമ്മൾ ഒഴിച്ച് നോക്കുമ്പോഴേ അറിയുള്ളൂ. ഇതെല്ലാം നല്ലപോലെ നല്ലെണ്ണയിൽ ഇത് പൊടികളെല്ലാം കുഴഞ്ഞ് ഒരു ചെറിയ നനവ് പോലെ ഇരിക്കണം. കുഴഞ്ഞ് ആ മാങ്ങയിലൊക്കെ ഒന്ന് പുരണ്ടിരിക്കണം. അത്രയും സമയം എണ്ണ ഒഴിക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇവിടെ നമ്മളൊന്ന് അടച്ചു വെക്കണം. നല്ലപോലെ പ്രസ് ചെയ്ത് വെക്കുക. ഒരു ക്ലീൻ ഷീറ്റ് കൊണ്ടോ അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു നല്ലൊരു തുണി കൊണ്ടോ അതിനെ കവർ ചെയ്തിട്ട് ഒരു 2 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി ഇതുപോലെ തന്നെ വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് അടച്ച് വെക്കുക. അതിൻ്റെ മുകളിൽ എണ്ണ തെളിയുന്നവരെ സൂക്ഷിച്ച് വെക്കുക. അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി. ഇപ്പം നോക്കാം, ഇതൊരു 3-3.5 ദിവസം കഴിഞ്ഞപ്പം എണ്ണയെല്ലാം തെളിഞ്ഞ് നിൽപ്പുണ്ട്. ഇത് ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ചതാണേ. അങ്ങനെ അടച്ച് വെക്കണം കേട്ടോ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എണ്ണയെല്ലാം തെളിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്നെന്ന് വെച്ചാൽ കറക്റ്റ് പാകമായി എന്ന് മനസ്സിലാക്കാം. കറക്റ്റ് നമ്മുടെ അച്ചാർ പെർഫെക്റ്റ് ആയിരുന്നു
എന്ന് മനസ്സിലാക്കാം. ഇനി ഇത് നമുക്കിത് ഒരു ജാറിലേക്ക് മാറ്റാം. ഗ്ലാസ് ജാറോ അല്ലെങ്കിൽ നമ്മൾ കല്ലൻ ഭരണിയൊക്കെ ഉണ്ടല്ലോ, ചൈന ക്ലേയുടെ ഭരണിയൊക്കെ ഉണ്ടല്ലോ, ആ ഭരണിയിലോട്ടൊക്കെ മാറ്റാം. ആന്ധ്ര സ്റ്റൈലിലുള്ള ഈ മാങ്ങാച്ചാറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് 1 വർഷത്തിൽ കൂടുതൽ സൂക്ഷിച്ച് വയ്ക്കാം എന്നുള്ളത്, കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ കൂടുതൽ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും 1 വർഷത്തെ കാര്യം ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതിനായിട്ട് എടുക്കുന്ന നല്ലെണ്ണ ഫ്രഷ് തന്നെ ആയിരിക്കണം, പുതിയ നല്ലെണ്ണ തന്നെ ആയിരിക്കണം. ഒരുപാട് പഴക്കമുള്ള എണ്ണയാണെങ്കിൽ നിങ്ങളത് ചൂടാക്കിയിട്ട് മാത്രമേ ഇതിലേക്ക് ചേർക്കാവുള്ളൂ. അത് പ്രത്യേകം ഓർമ്മിക്കുക കേട്ടോ. അച്ചാർ ഇതുപോലെ പ്രസ് ചെയ്ത് നിറച്ച് കഴിയുമ്പോൾ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. ഇങ്ങനെ തെളിഞ്ഞ് വന്നില്ലെങ്കിൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തേക്കണം. എന്നിട്ട് ഇതുപോലെ ക്ലീൻ ഷീറ്റ് വെച്ചൊന്ന് മൂടിയിട്ട് അതിൻ്റെ മൂടി വെച്ച് നന്നായിട്ട് അടച്ച് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.